ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1. യഹോവ സർവ്വഭൂമിയിലെയും ഭാഷ കലക്കി കളഞ്ഞത് എവിടെ വച്ച്? ഉത്തരം ശിനാർ സമഭൂമിയിൽ വച്ച്. അടുത്ത ചോദ്യം, ബാബേലിൻ്റെ പഴയ പേര്? ഉത്തരം ശിനാർ. അടുത്ത ചോദ്യം, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഇഷ്ടിക നിർമ്മാണം എവിടെയാണ്? ഉത്തരം ശിനാർ ദേശത്ത്. അടുത്ത ചോദ്യം, മനുഷ്യൻ ഗോപുരം പണിതത് എന്തുപയോഗിച്ചാണ്? ഉത്തരം ഇഷ്ടികയും പശമണ്ണും. അടുത്ത ചോദ്യം, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിനായി ഇറങ്ങി വന്നത് ആര്? ഉത്തരം യഹോവ. അടുത്ത ചോദ്യം, നാഹോരിൻ്റെ മകൻ ആര്? ഉത്തരം തേരഹ്. അടുത്ത ചോദ്യം, തേരഹ് ജനിക്കുമ്പോൾ നാഹോരിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 29 വയസ്സ്. അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം തേരഹ്. അടുത്ത ചോദ്യം, നാഹോരിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം 119 സംവത്സരം. അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം സാറ. അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ജന്മദേശം എവിടെ? ഉത്തരം ഊർ. അടുത്ത ചോദ്യം, തേരഹിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം 205 സംവത്സരം. അടുത്ത ചോദ്യം, തേരഹ് മരിക്കുന്നത് എവിടെ വച്ച്? ഉത്തരം ഹാരാനിൽ വച്ച്. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് 12-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.